അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മളിത് നമ്മുടെ ST ഫോട്ടോഗ്രാഫി പെരിന്തൽമണ്ണയുള്ള സ്റ്റുഡിയോയിലാണ്. അത് കാണിച്ചു ജസ്റ്റ് കണ്ടല്ലേ, ഷീജിലാട്ടോ നമ്മുടെ ഇതിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെറിയൊരു അൺബോക്സിംഗ് ഉണ്ട്. അതുപോലെ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ വ്ളോഗിങ്ങിൻ്റെ ഒരു മോട്ടോ വ്ളോഗിംഗ് എന്നുള്ള രീതിയിൽ നമ്മളൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം, പുതിയ സെറ്റപ്പൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ പറയണം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ അൺബോക്സിങ് നമുക്ക് ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബിലൂടെ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടുന്നത്. ഒരു ഫ്രണ്ട് അയച്ചതാണ്, ഇവിടെ അടുത്ത് തന്നെ മഞ്ചേരി ഉള്ളതാണ്. നമ്മുടെ സ്റ്റുഡിയോൻ്റെ പേരിലാട്ടോ അയച്ചേക്കുന്നത്, ST ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ട് പെരിന്തൽമണ്ണയുള്ള സ്റ്റുഡിയോൻ്റെ പേരിൽ അയച്ചേക്കുന്നത്. അതുപോലെ അയച്ച ആളുടെ പുള്ളിക്കൊരു ചാനലുണ്ട്, ഷംഷൂസ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ഒരു വ്ളോഗ് ചാനലാണ്, മഞ്ചേരി ഉള്ളതാണ്. എന്തായാലും നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ഗിഫ്റ്റാണ്, എന്തായാലും നമുക്ക് സ്പെഷ്യലാണ്. നമുക്കപ്പോൾ ഇതൊന്ന് അൺബോക്സ് ചെയ്യാം ആദ്യം, എന്നിട്ട് നമുക്ക് നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു അൺബോക്സിങ് വീഡിയോ കേട്ടോ, നല്ല അടിപൊളിയായിട്ട് പാക്കൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താ സാധനം എന്നൊക്കെ ഒന്ന് നോക്കി നോക്കാം. റെക്കോർഡിംഗ് അല്ലേ ഇത്? ഫുള്ള് സാനിറ്റൈസർ കേട്ടോ, കുറേ സാനിറ്റൈസർ ഉണ്ട്. പുള്ളിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതുണ്ടോ, നമുക്കിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. ഒക്കെ സാനിറ്റൈസർ, അതുപോലെ തന്നെ മാസ്ക് കേട്ടോ. ഇതൊരു പാടുണ്ടല്ലോ, ഇതൊരു 4-5 മാസ്ക് ഉണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം കുറച്ച് മാസ്ക് നമുക്ക് തന്നിട്ടുണ്ട്. സെറ്റാണ്, എല്ലാവർക്കും ഉള്ള മാസ്ക് ഉണ്ട്. അപ്പോൾ നമുക്കിത് ഇത്രയൊന്നും എനിക്ക് ആവശ്യമില്ല, നമുക്ക് ഇവിടെ ഉള്ളവർക്ക് കൊടുക്കാം. അതുപോലെ നമുക്കൊരു ലെറ്റർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഹായ് ബ്രോ എന്ന് പറഞ്ഞിട്ട്, കേരളീയ എന്ന് പറഞ്ഞിട്ട്. ഞാനൊരു കട്ട ഫാനാണ്, സന്തോഷം, എല്ലാ വീഡിയോയും കാണാറുണ്ട്, പൊളിയാണ്, ഇതൊക്കെ എങ്ങനെ സാധിക്കുമെന്ന്. എന്തായാലും ഫുൾ സപ്പോർട്ടുണ്ട്, 100K ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ഷംഷൂസ് വ്ളോഗ് എന്നാണ് പേര്, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ട്രാവൽ ചെയ്യുമ്പോൾ മാസ്ക് ഇടാത്ത ആളുകളെ കാണുമ്പോൾ ഈ മാസ്ക് കൊടുത്ത് സഹായിക്കണേ എന്ന്, അതെന്തായാലും നമ്മൾ കൊടുക്കും. ഇവിടെ തന്നെ നമ്മുടെ ചുറ്റുപാട് ഒരുപാട് പേരുണ്ട് മാസ്ക് ഇടാത്തവർ, അവർക്ക് തന്നെ നമ്മൾ കൊടുത്ത് ആദ്യം സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞല്ലേ, മൂപ്പറുടെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് മൂപ്പർ എങ്ങനെ നമുക്ക് സാനിറ്റൈസർ എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് അതല്ല സാധനം തോന്നുന്നു, ഇത് പുറത്തുനിന്ന് വേറെ വാങ്ങിച്ച് നമുക്ക് തന്നതാണ്. ഏകദേശം ഒരു 5 സാനിറ്റൈസർ, സിജുസ്കിയിലല്ലോ 5 സാനിറ്റൈസറും ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് മാസ്കും ഉണ്ട്. നമ്മളെന്തായാലും ഇത് എല്ലാവർക്കും കൊടുക്കുന്ന കേട്ടോ. അപ്പോൾ എന്തായാലും താങ്ക്സ് ബ്രോ. എല്ലാവരും പുള്ളീൻ്റെ ചാനലിൽ ലിങ്കൊന്ന് ഞാൻ കൊടുക്കുന്നുണ്ട്, അതൊന്ന് കയറി നോക്കണം. മൂപ്പർക്ക് പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷനൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും താങ്ക്സ്. അപ്പോൾ നമുക്കിനി അടുത്ത പരിപാടി നോക്കാം കേട്ടോ. അതില്ല. അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ നമ്മൾ കുറച്ച് മോട്ടോ വ്ളോഗിങ് ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചാണ് ഏത് മൈക്കാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ നമ്മൾ ഇതുവരെ ഒരു മൈക്കോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ല. നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ ഷൂട്ട് ചെയ്തിട്ട് അത് പിന്നീട് ഗോപ്രോൻ്റെ മൈക്കിൽ തന്നെയാണ് നമ്മൾ ഡബ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി മുതൽ നമുക്ക് സെറ്റാക്കാൻ മോട്ടോ വ്ളോഗിങ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഹെൽമെറ്റും അതുപോലെ തന്നെ അതിൽ ഗോപ്രോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം ഇതിനുള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, മൈക്കും കാര്യങ്ങളും എല്ലാം. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ബോയേൻ്റെ ഒരു 1300 രൂപേൻ്റെ ഒരു മൈക്കാട്ടോ. എല്ലാവരും യൂസ് ചെയ്യുന്ന സെയിം മൈക്കാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഷിജിലിൻ്റെ മൈക്ക് വെച്ചിട്ടാണ്. ഈ മൈക്കിലാണ് ഇപ്പോൾ നിങ്ങൾ ഈ സൗണ്ട് കേൾക്കുന്നതും. സൗണ്ടിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ THSൻ്റെ ഒരു ഹെൽമെറ്റാണ്, 2700 രൂപ ഈ ഹെൽമെറ്റിന്. അതുപോലെ നമ്മുടെ ഗോപ്രോ ആണ് വെച്ചേക്കുന്നത്. അതിലിവിടെ MC വെച്ചിട്ട് ഗോപ്രോൻ്റെ മൗണ്ട് സെറ്റാക്കി ഞാൻ വെറുതെ ഇപ്പോൾ ഒരു സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചാണ്. നമുക്കൊരു ടെസ്റ്റ് അടിച്ചു നോക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഗോപ്രോയിലേക്ക് മൈക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ഗോപ്രോൻ്റെ ഒറിജിനൽ കണക്ടർ വേണം. ഇതിന് ഏകദേശം 4000 രൂപയാണ് വില. അപ്പോൾ അതുണ്ടെങ്കിലേ നമുക്ക് ഓഡിയോ കാര്യങ്ങളൊക്കെ ക്ലാരിറ്റിയിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതും വാങ്ങിച്ചാണ് 4000 രൂപ ഈ ഒരു സാധനത്തിന് മാത്രമായി. പിന്നെ മൈക്ക് ഇതിനകത്ത് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ ഫുള്ള് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എടുത്ത് കാണിക്കുന്നില്ല. മൈക്ക് നമ്മൾ ഈ മൈക്കാട്ടോ യൂസ് ചെയ്യുന്നത്, ബോയേൻ്റെ ഞാൻ കാണിച്ചായിരുന്നു. 1300 ആണ് മൈക്കിന്, ഇതിന് 4000 രൂപയായി. ഗോപ്രോ Hero 8 ആണ് വെച്ചേക്കുന്നത്, പിന്നെ ഹെൽമെറ്റും. ഇപ്പോൾ നമുക്ക് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ റെഡി ആവുക, പഴയ പോലെ റെഡി ആവുകയെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് നമ്മുടെ വണ്ടിയിലുള്ള യാത്രകൾ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു സെറ്റപ്പ് റെഡിയാക്കി എടുത്തത്. നമുക്കൊന്ന് ജസ്റ്റ് പുറത്ത് നല്ല മഴയാണ്. മഴയൊന്ന് ചോർന്ന് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ പെരിന്തൽമണ്ണ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി ഒന്ന് ഓഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വിഷ്വലും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും എന്തായാലും. അത് നമ്മൾ മുന്നേ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ വണ്ടിനൊപ്പം കിട്ടിയ സാധാ ഹെൽമെറ്റ് കേട്ടോ, ഇത് ഫുൾ ഫേസ് അല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഫുൾ ഫേസ് ഹെൽമെറ്റ് നിർബന്ധമാണ്. അതുപോലെ തന്നെ നമ്മൾ പഴയ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഞാൻ ഗോപ്രോ മൗണ്ട് ചെയ്തിരുന്ന ചെസ്റ്റിലായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു, നമ്മൾ കക്കാടമ്പയിലൊക്കെ പോയി വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തും അല്ലാണ്ടൊക്കെ മെസ്സേജൊക്കെ പറഞ്ഞാണ് വിഷ്വൽ മുമ്പോട്ടുള്ള വിഷ്വൽ കാണുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തായാലും കറക്റ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള വ്യൂ കാര്യങ്ങളാണ് വേണ്ടത്.
അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഹെൽമെറ്റ് എടുത്തത്. ഇങ്ങനെയാണ് സാധാരണ മോട്ടോ വ്ളോഗിങ് വണ്ടിയിൽ പോകുന്നവർ ചെയ്യുന്നത്, ഈ ഒരു സെറ്റപ്പിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ സെറ്റപ്പ് ആക്കിയത്. കുറച്ച് പൈസ ഇതിന് വേണ്ടിയിട്ട് പൊട്ടിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ വിഷ്വലും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്റ്റുഡിയോൻ്റെ പുറത്തിറങ്ങി കേട്ടോ. ഓൾറെഡി ഇപ്പോൾ ഹെൽമെറ്റിനുള്ളിൽ നമ്മൾ മൈക്കും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സൗണ്ടിനുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടാവും. പിന്നെ റോട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോ, സൗണ്ടിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കിക്കോണം. അതുപോലെ നമ്മൾ വണ്ടി എടുത്തിട്ട് ഒരു ചെറിയൊരു റൈഡ് നമുക്ക് പോയിട്ട് വരാം, കാറ്റടിക്കുന്നുണ്ടോയെന്നും. അതുപോലെ ഞാൻ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ശ്വാസം എടുക്കുന്നതിൻ്റെ സൗണ്ട് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചെറിയൊരു മഴയുണ്ട്, മഴയത്തും കൂടെ നമുക്ക് എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കി നോക്കാം. അതുപോലെ ക്യാമറേൻ്റെ വ്യൂ എങ്ങനെ ഉണ്ടെന്നും കൂടെ ഈ ഒരു വീഡിയോയിൽ മനസ്സിലാവും. നമ്മളിനി റൈഡിങ് വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഈ ഒരു തരത്തിലായിരിക്കും. നമ്മളിപ്പോൾ അങ്ങാടിപ്പുറമാണ്. ഇത് റൈറ്റ് സൈഡിലൊക്കെ അങ്ങാടിപ്പുറം പാലമൊക്കെ കാണാം. നമുക്ക് ലെഫ്റ്റ് പോവാം. ഇപ്പോൾ അത്യാവശ്യം മഴയൊക്കെ പെയ്ത് ഇങ്ങനെ നിൽക്കുകയാണേ. ഇതാണ് നോർമലി ഉള്ള വ്യൂ. നമ്മുടെ കഴിഞ്ഞ കക്കാടംപൊയിൽ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ കുറേ പേര് പറഞ്ഞു, നമ്മൾ ചെസ്റ്റിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഇതായിരുന്നു ഫ്രെയിമിൻ്റെ പകുതി, ഈ വണ്ടീൻ്റെ ഈ ഭാഗം. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഏകദേശം കറക്റ്റൊരു വ്യൂ കിട്ടും. ചെറിയ മഴയുണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കാം, മഴ ചാറുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 56, 57, 60 km/h സ്പീഡിലാണ് പോകുന്നത്. നമ്മൾ നോർമലി ഈ ഒരു സ്പീഡിലാണ് പോകാറുള്ളത്. ഇപ്പോൾ എങ്ങനെയുണ്ട് സൗണ്ട് നിങ്ങൾ നോക്കിക്കോ, ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് നോക്കിക്കോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണം. നമ്മൾ ആ മൈക്കെന്ന് പറഞ്ഞാൽ മൈക്കിൻ്റെ ഒപ്പം കിട്ടിയ ആ ഒരു ബഡ് മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. അതിനൊരു നമ്മുടെ ആ ഒരു ശ്വാസത്തിൻ്റെ സൗണ്ടൊന്നും പിടിക്കാതിരിക്കാൻ അതിൻ്റെ ഒരു വേറൊരു ബഡ് നമ്മൾ വേറെ എക്സ്ട്രാ വാങ്ങിച്ച് ഇടണം. അപ്പോൾ അതിവിടെ കടകളിലൊന്നും കിട്ടാനില്ല. ഇത് ജൂബിലി ജംഗ്ഷൻ, ഇവിടുന്ന് റൈഡിലേക്ക് കാണാൻ മറ്റേ പട്ടാമ്പി റോഡിനുള്ള ബൈപ്പാസാണ്, തൃശ്ശൂർ റോഡിനൊക്കെ ഉള്ള. നമുക്ക് വെറുതെ ഇവിടെ ഞാൻ ഉള്ളപ്പോൾ, പെരിന്തമണ്ണ ഉള്ളപ്പോൾ നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ പോയിരിക്കുന്നൊരു സ്ഥലമുണ്ട്. നമുക്ക് കൊടികുത്തി മലേൻ്റെ വ്യൂ ഒക്കെ കണ്ടിട്ട് കുറച്ച് നേരം വൈകുന്നേരം മഴയില്ലാത്തപ്പോൾ പോയി ബൈപ്പാസിൽ നേരെ നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണുന്നത് കൊടികുത്തിമല കേട്ടോ. അവിടെ മഴയൊക്കെ പെയ്തപ്പോൾ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ചോലയൊക്കെ കാണാം. വിഷ്വലിൻ്റെ കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല, കാരണം മഴയുള്ളത് കൊണ്ട് ക്യാമറയിൽ വെള്ളം വീഴും എന്തായാലും. ആ ഒരു വ്യൂ എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ മതി. ആ ഒരു ഡിസ്റ്റർബൻസ് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടതാണ്. നമുക്ക് നേരെയാണ് പെരിന്തമണ്ണ ടൗണ്. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കാം തൽക്കാലം. ലെഫ്റ്റിലേക്ക് നമുക്ക് ബൈപ്പാസ് ഭാഗത്തോട്ട് പോയി നോക്കാം. ഇത് നിലമ്പൂർ പാലക്കാട് ബൈപ്പാസ് ആട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഞാൻ ഈ തിരക്കുള്ള ടൈമിൽ തന്നെ ഇറങ്ങാൻ കാരണം വണ്ടികളുടെ സൗണ്ട് നോയ്സൊക്കെ മാക്സിമം കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. ആ ഒരു തരത്തിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഓഡിയോ കിട്ടുന്നതെന്ന് അറിയാമല്ലോ. മാക്സിമം റഷായിട്ടുള്ള സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ പിന്നെ അത്യാവശ്യം സ്പീഡിലും ഒന്ന് പോയി നോക്കണം. അപ്പോൾ ഈ ബൈപ്പാസ് ആകുമ്പോൾ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അധികം വണ്ടികളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത്യാവശ്യം നമുക്കൊരു സ്പീഡിലും കൂടെ ഒരു ടെസ്റ്റ് നടത്താം. റോഡിൻ്റെ നടുക്കൂടെ പശുക്കൾ പോകുന്നു. അതാണ് ഇത്ര ബ്ലോക്ക് വരാൻ കാരണം. ഇതുണ്ടോ? അപ്പോൾ നമ്മളിവിടെ ബൈപ്പാസിലുള്ള സിഗ്നലിൻ്റെ ഇവിടെ എത്തി കേട്ടോ. ഇവിടുന്ന് ഇത് ലെഫ്റ്റാണ് നിലമ്പൂർ റോഡ്, അതുപോലെ റൈറ്റ് നമുക്ക് പെരിന്തമണ്ണ ടൗണും, നേരെ നമുക്ക് പാലക്കാട് റോഡാട്ടോ. പാലക്കാട് റോഡിലേക്ക് ചെന്ന് കയറുന്ന ബൈപ്പാസാണ്. നമുക്ക് നേരെ പോയി നോക്കാം. നേരെ ആകുമ്പോൾ എന്ന് വെച്ചാൽ വണ്ടികൾ കുറവായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഈ റോഡിലേക്ക് വരാൻ കാരണം. അതുമല്ല ഇവിടുന്ന് ലെഫ്റ്റ് സൈഡ് കണ്ടോ, ലെഫ്റ്റ് സൈഡ് നല്ല വ്യൂ ആണ്, കാണിച്ചു തരാം. ഇവിടെ പെരിന്തമണ്ണ ഉള്ളവരൊക്കെ വരുന്നുണ്ടോയെന്ന് അറിയില്ല. ഒരുപാട് പേര് ഈ ബൈപ്പാസിൽ വന്നിട്ട് വൈകുന്നേര സമയത്തൊക്കെ ഇവിടുത്തെ കാഴ്ച കാണാൻ വരുന്നതാണ്. നമുക്ക് കൊടികുത്തിമലേൻ്റെ കോടം മൂടി കിടക്കുന്നു. ഇപ്പോൾ നല്ല മഴയുള്ള ടൈം ആയതുകൊണ്ട് ഈ വൈകുന്നേര സമയത്തൊക്കെ കൊടികുത്തിമലയിൽ നല്ല കോട ഉണ്ടാവും. ഞാനിപ്പോൾ അതേ ഒരു 60 km സ്പീഡിലോട്ടോ പോകുന്നത്. ഇപ്പോൾ ഉള്ള വോയിസിൻ്റെ ക്ലാരിറ്റി നിങ്ങൾ നോക്കിക്കോ, എയറിൻ്റെ സൗണ്ട് ഉണ്ടാകുന്നുണ്ടോ എന്നൊക്കെ നോക്കിക്കോ. ഞാൻ മൈക്ക് ഒരു സൈഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ മഴയൊക്കെ പെയ്തിരിക്കൊണ്ട് കാണാൻ തന്നെ നല്ല രസം. ഇവിടെയൊക്കെ കുറേ തട്ടുകട ഉണ്ടായിരുന്നു, അതൊക്കെ പൊളിച്ച് മാറ്റി. നമ്മൾ വൈകുന്നേരമൊക്കെ കട്ടൻ കുടിക്കാനൊക്കെ ഇങ്ങോട്ട് വരുമായിരുന്നു. ഇനി കുറച്ചൊന്ന് സ്പീഡ് കൂട്ടി വെക്കാം. നേരെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊടികുത്തിമലേൻ്റെ വ്യൂ കറക്റ്റായിട്ട് കാണാം കേട്ടോ. അതേ അവിടെയൊക്കെ കോട കയറി നിൽക്കുന്നതുണ്ടോ, ആ ഒരു ഭാഗത്തൊക്കെ നല്ല കോടയുണ്ട്. ആ വ്യൂ എങ്ങനെയുണ്ട് നോക്കിക്കോ നിങ്ങൾ. നമ്മൾ കക്കാടമ്പൽ പോയ പോലല്ല. ഇപ്പോൾ നമുക്ക് റോഡിൻ്റെ ഒരു വ്യൂവും അതുപോലെ ആ മലയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടോ നോക്കിക്കോ. ഹാൻഡിൽ ബാറിൻ്റെ ഒക്കെ സംഭവങ്ങൾ എത്ര വരുന്നുണ്ട് ഫ്രെയിമിൽ, വ്യൂ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിക്കോട്ടോ. അതാണ് മെയിൻ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയെടുത്തത്. ഇവിടുന്നൊരു വ്യൂ ഉണ്ടോ. പെരിന്തമണ്ണ ഈ വൈകുന്നേര സമയത്തൊക്കെ പോകുകയാണെങ്കിൽ നിങ്ങൾ ഈ ബൈപ്പാസിലൂടെ വരണം കേട്ടോ. ടൗണിൽ കൂടെ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. പാലക്കാട് കോഴിക്കോട് റോഡിൽ പോവുകയാണെങ്കിൽ ഇതിലേ വരണം. അടിപൊളിയാണ്. ഈ സമയത്തൊക്കെ ഇതിൽ വന്നാണ്ടല്ലോ പലയിടത്തും ഞാൻ പറഞ്ഞ പോലെ തന്നെ ചോലകളുണ്ട്.
അപ്പോൾ മഴയായതുകൊണ്ട് പലയിടത്തും ഇങ്ങനെ ഓരോരോ പുതിയ ചോലകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തോളൊന്നും പ്രളയം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ഒത്തിരി പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. നിലമ്പൂരൊക്കെ ഓരോ പ്രശ്നങ്ങളായി. നമ്മളിതുവരെ നാട്ടിലോട്ട് പോയിട്ടില്ല. അത്യാവശ്യം നമുക്കൊന്ന് സ്പീഡ് കയറ്റി നോക്കാം. ഇപ്പോൾ ഏകദേശം 60-ന് പുറത്താണ് പോകുന്നത്. 70-ലൊക്കെയാണ് നമ്മൾ മാക്സിമം പോവുള്ളൂ. ഇപ്പോൾ ഓഡിയോൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കുക. അത്യാവശ്യം കാറ്റടിക്കുന്നുണ്ട്, പക്ഷേ ഹെൽമെറ്റിൻ്റെ ഉള്ളിലേക്ക് വലിയ പ്രശ്നമില്ലാന്ന് തോന്നുന്നു. അടിപൊളിയല്ലേ ഈ ഒരു റൂട്ട്? അങ്ങനെ വലിയ വണ്ടീൻ്റെ തിരക്കൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ പാടവും, അതുപോലെ തന്നെ അപ്പുറത്ത് നല്ല അടിപൊളിയായിട്ട് തലയുയർത്തി നിൽക്കുന്ന മലയും എല്ലാം കാണാതുണ്ടോ. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് വണ്ടി നിർത്തിയിട്ട് ബാക്കി ഷൂട്ട് ചെയ്യാം കേട്ടോ. ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടെ ഒതുങ്ങിയൊരു സൈഡിൽ നമുക്ക് തൽക്കാലം വണ്ടി നിർത്താം. ഇതുണ്ടല്ലേ, ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു വ്യൂ ഉണ്ടോ? സെറ്റല്ലേ? ഇതേ അവിടെയൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മലേൻ്റെ പല ഭാഗത്തും പുതിയ പുതിയ ചോലകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ആ ഉരുൾ പൊട്ടിയ ഭാഗത്തൊക്കെ ഇപ്പോൾ വെള്ളം വരുന്ന കാണാം. അടിപൊളി ഉണ്ടല്ലേ. ഇത് നേരെ ഇങ്ങനെ പോയാൽ നമ്മൾ പാലക്കാട് റോഡിന് നിന്ന് കയറും. അതുപോലെ നമ്മുടെ വണ്ടി നമ്മൾ നന്നാക്കാൻ കൊടുത്ത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടാണ്. വണ്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ ബെയറിങ് എന്തോ ലൂസായിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ മുറുക്കിയുള്ളൂ. അല്ലാണ്ട് കാര്യമായിട്ട് വണ്ടിക്ക് വേറെ പണിയൊന്നും വന്നില്ല. അതുപോലെ ടയറിന് ഒരു ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നമ്മൾ കേരളയിൽ എന്ന് പറഞ്ഞൊരു സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്. യൂട്യൂബിൻ്റെ ഇൻസ്റ്റേൻ്റെയും ID ഒക്കെ വെച്ചിട്ട് കണ്ടില്ലേ. സ്ഥലം നൈസല്ലേ. ഓഡിയോൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് പറയണേ. അപ്പോൾ നമുക്ക് ഇനി ഒരു വേറെ റൂട്ട് നമുക്കിവിടുന്ന് തിരിക്കാം. ഇനിയിപ്പോൾ അങ്ങോട്ട് മുന്നോട്ട് വലിയ കാഴ്ചയൊന്നുമില്ല. അപ്പോൾ അതേ നല്ല പെരും മഴ കേട്ടോ. നിങ്ങൾക്ക് മുന്നോട്ടുള്ള കാഴ്ച കാണുന്നുണ്ടാവില്ല. പെരും മഴ പെയ്തു. ഞാൻ പിന്നെ നനയാൻ റെഡി ആയിട്ടാണ് വന്നത്. ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. കണ്ടല്ലേ, പെരും മഴയാണ്. ഇനി മഴേൻ്റെ സൗണ്ട് ഉണ്ടോ എന്ന് കൂടെ നോക്കിക്കോ. അടിപൊളി. നമ്മൾ ഗോപ്രോ വെറുതെ വെച്ചിട്ടേ ഉള്ളൂ. അതിൻ്റെ വാട്ടർ പ്രൂഫ് കേസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതൊക്കെ ഇനി വാങ്ങാൻ പറ്റുന്നുണ്ട്. ഇത് മഴയത്ത് കാര്യമായിട്ട് നടക്കത്തില്ല. ഞാനിപ്പോൾ സെല്ലോ ടേപ്പ് വെച്ചിട്ട് സൈഡ് ഫുള്ള് ഒട്ടിച്ച് വെള്ളം കയറാത്ത പോലെയാണ് ആക്കിയേക്കുന്നത്. അതിന് കൊണ്ടുപോയി ഇട്ട് നോക്കുമ്പോൾ പറയാം. നമ്മൾ റോഡ് അത്ര ക്ലിയർ ആയതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ പോകുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഈ സ്പീഡിലൊന്നും പോകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ റൂട്ട് വന്നതും. പിന്നെ റോഡൊക്കെ മഴയത്ത് എന്താണെന്ന് വെച്ചാൽ എല്ലാം തെന്നി കിടക്കുകയായിരിക്കും. നമ്മൾ സ്പീഡിൽ പോകുന്നത് അത്ര സേഫായിട്ടുള്ള കാര്യമല്ല. നമ്മളിത് തിരിച്ച് ആ സിഗ്നലിൽ തന്നെ വന്നിട്ട് ബൈപ്പാസുള്ള നമുക്കിനി നിലമ്പൂർ റൂട്ടിന് പോയിട്ട് നമുക്ക് ഇവിടെ ഒരു റൂട്ടുണ്ട്. നമ്മുടെ മണ്ണാറമല സൈഡ് അവിടെ നിന്ന് കാണിച്ചു തരാം കേട്ടോ. അവിടെ കുറച്ച് ചുരം പോലെയായിട്ടുള്ള റോഡും ഇപ്പോൾ തന്നെ ലൈറ്റൊക്കെ പോയി. എത്രമാത്രം ക്വാളിറ്റിയിലാണ് കാണുന്നതെന്നൊന്നും എനിക്കൊരു പിടിയില്ല. എന്തായാലും നമുക്ക് അവിടെയും കൂടെ ഒന്ന് പോയിട്ട് വരാം. അവിടെ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മലയുണ്ട്. അവിടെ അറിയുന്ന ആരെങ്കിലും ഈ ഒരു ഭാഗത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് ക്യാമ്പ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലം ഇവിടെ ഇഷ്ടംപോലുണ്ട്. ഒരുപാട് മലയായിട്ടുള്ളൊക്കെ ഏരിയ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ മാനത്തുമംഗൽ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇവിടുന്ന് റൈറ്റിലേക്ക് ഒരു വഴിയുണ്ട്. ഇത് നമുക്കിങ്ങനെ പോയി കഴിഞ്ഞാൽ കരുവാരക്കുണ്ട് റൂട്ടിലേക്കൊക്കെ ചെന്ന് കയറാം. നമുക്ക് ആ ഭാഗത്ത് നോക്കുമ്പോൾ ഇവിടെ വേറെ പെരിന്തൽമണ്ണൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഇവിടെ ഒരുപാട് മലകളൊക്കെ കാണാം. ഒരുപാടില്ല, 1-2 മലയൊക്കെ കാണാം. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ നമുക്ക് പ്രൈവറ്റായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഈ പറയുന്ന കൊടികുത്തി മലയോടൊക്കെ ചേർന്ന മലയാണ്. അപ്പോൾ ഈ ഭാഗത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ആരൊക്കെയോ പണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ക്യാമ്പ് ചെയ്യാൻ പറ്റിയ സ്ഥലം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നമുക്കിപ്പോൾ ഇവിടെ അടുത്ത് അങ്ങനെ കോൺടാക്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ ഇവിടെ ഉള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യണം. അല്ലെങ്കിലും മഴയത്ത് ഇങ്ങനെയുള്ള റൈഡ് വേറൊരു ഫീലാട്ടോ. നമ്മൾ പോയിട്ടുള്ളവർക്കറിയാം. ഇതിന് അങ്ങോട്ട് നമ്മളൊരു മല കയറി ഒരു മല ഇറങ്ങണം. അപ്പോൾ ഈ മലേൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലമുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ക്യാമ്പ് ചെയ്യുന്നത് അവിടെയൊക്കെ കണ്ടോ പാറയായിട്ടുള്ള സ്ഥലം. അതൊക്കെ ഫോറസ്റ്റ് ആണോ എന്ന് അറിയില്ല, കൊടികുത്തിൻ്റെ ഭാഗമാണോ എന്ന് അറിയത്തില്ല. പക്ഷേ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് വേറെ. അപ്പോൾ അത് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് മെസ്സേജ് അയക്കുകയോ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുകയോ കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. നമ്മുടെ ഇൻസ്റ്റൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുക.
അപ്പോൾ ഇത് നമ്മൾ കരുവാരക്കുണ്ട്, അതായത് പെരിന്തമണ്ണ പട്ടിക്കാട് വഴി കരുവാരക്കുണ്ടിന് പോകുന്ന റോഡിലെത്തി കേട്ടോ. അടുത്ത നാട്ടുകാരുടെ ഭാഗത്തോട്ടൊക്കെ പോകുന്ന റോഡാണ് അങ്ങോട്ടുള്ളത്, റൈറ്റിലേക്കുള്ളത് കേട്ടോ. ലെഫ്റ്റിലേക്ക് നമുക്ക് പട്ടിക്കാട് ടൗണിലേക്ക് തന്നെ പോകാൻ പറ്റും. നമ്മളിപ്പോൾ തൽക്കാലം ലെഫ്റ്റാണ് എടുക്കുന്നത്. ഇതൊരു റൗണ്ട് ട്രിപ്പായിട്ട് നമ്മൾ പെരിന്തമണ്ണ ബൈപ്പാസിൽ നിന്ന് തിരിഞ്ഞ് മംഗലത്തു നിന്ന് ഇവിടെ വന്നു. ഇവിടുന്ന് നേരെ തിരിച്ചിന് നമ്മൾ പട്ടിക്കാട് തന്നെ എത്തും. പട്ടിക്കാട് നിന്ന് പെരിന്തമണ്ണ അങ്ങനെ തന്നെ പോകാം നമുക്ക്. എനിക്കിവിടെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വളവളാന്ന് സംസാരിക്കുന്നത്. ഒന്നും തോന്നരുത്, എല്ലാം ഒന്നും ഞാൻ വീഡിയോയിൽ ഇടത്തില്ല. ഞാൻ നല്ലപോലെ സംസാരിക്കുന്നുണ്ട്. വേണ്ട സാധനങ്ങൾ മാത്രമേ ഞാൻ വീഡിയോയിൽ ഇട്ടുള്ളൂ കേട്ടോ. നല്ല മഴയാണ്, അതാണ് പ്രശ്നം. അവിടെ ഒരു മല, ഇതിപ്പോൾ എല്ലായിടത്തും മലയായല്ലോ. ഇവിടൊക്കെ ഇങ്ങനെ കോട അടിച്ച് കയറുന്ന കാണുമ്പോഴാണ്. ഒരുപാട് പേര് നമ്മളോട് കാടും മലയൊക്കെ വിട്ട് റിസോർട്ടൊക്കെ ആയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. നമ്മൾ വയനാട് വരെ വേറൊരു ആവശ്യത്തിന് പോയപ്പോൾ റിസോർട്ടിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തതാണ്. നമുക്ക് കാടും മല തന്നെ ഉള്ളൂ. ഇതിപ്പോൾ ഈ ഒരു സെറ്റപ്പ് ആയെന്ന് വെച്ചിട്ട് എല്ലാം നമ്മുടെ റൈഡിങ് വീഡിയോ ഒന്നും ആവില്ല. ക്യാമ്പിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടംപോലെ ചെയ്യാൻ സ്ഥലങ്ങളുണ്ട്, വരുന്നുണ്ട്. പക്ഷേ സാഹചര്യം അനുവദിക്കുന്നില്ല, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മഴേൻ്റെ സീസണിൽ നമ്മൾ ക്യാമ്പ് ചെയ്യുന്നതൊന്നും സേഫ്റ്റി ആയിട്ടുള്ള കാര്യമല്ല. നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കണം. അപ്പോൾ അതിന് പറ്റിയ സ്ഥലവും ഒക്കെ കിട്ടിയാൽ മാത്രമേ നമുക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. നമ്മൾ കറങ്ങി തിരിഞ്ഞതേ പട്ടിക്കാട് ടൗണിൽ തന്നെ എത്തി. 6 മണിയാകുമ്പോൾ കടലിൽ അടിക്കും. അപ്പോൾ ഇത് ഇവിടുന്ന് റൈറ്റിലേക്കുള്ള റോഡ് കേട്ടോ. നിലമ്പൂർ, പാണ്ടിക്കാട്, വണ്ടൂർ, നിലമ്പൂരിലേക്കുള്ള റോഡാണ് ഈ റൈറ്റിലേക്കുള്ളത്. നമുക്ക് നേരെ പെരിന്തമണ്ണ ടൗണ്. ഇങ്ങനെയൊന്നും ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മല ഉണ്ടോ, ഇത് നമ്മൾ ക്രോസ് ചെയ്തിട്ടാണ് ഇപ്പോൾ വന്നത്. അതിലേ നമ്മൾ ക്രോസ് ചെയ്ത് ഈ സൈഡ് വന്നു. എന്നിട്ടിപ്പോൾ ഇതിലേ ഇങ്ങനെ പോവാം കേട്ടോ. ഇവിടെ പാടത്തൊക്കെ വെള്ളം പൊങ്ങുന്നുണ്ട്. വലിയ പ്രശ്നമൊന്നും ഇതുവരെ ഇല്ല. ഇവിടെ തോട്ടിലൊക്കെ വെള്ളമായി. ഇത് മറ്റ് ജില്ലകളിലൊക്കെ ഇരുന്ന് കാണുന്നവർക്ക് ഇത് പെരിന്തമണ്ണ കേട്ടോ. മലപ്പുറം ജില്ലയിലെ പെരിന്തമണ്ണ എന്ന് പറഞ്ഞ സ്ഥലമാണ്, നമ്മുടെ സ്റ്റുഡിയോ ഉള്ള സ്ഥലം തന്നെ. ഞങ്ങൾക്ക് സ്ഥലം കാണുമ്പോൾ ഏതാണെന്നൊരു പിടിയിട്ടുണ്ടോ. നമ്മൾ റൈഡ് പോയതൊന്നുമല്ല, നമ്മൾ റൗണ്ട് ട്രിപ്പ് എടുത്ത് കറങ്ങി വന്നേ ഉള്ളൂ. ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയത് ഇതിലാട്ടോ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന റൂട്ടിൽ കൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോയത്. നമ്മളിപ്പോൾ ഈ റൂട്ട് വഴി വന്ന് തിരിച്ചു വന്നു. നമ്മളത് ആ സിഗ്നലിൽ തന്നെ ബൈപ്പാസിലുള്ള സിഗ്നലിൽ തന്നെ എത്തി. നമുക്കിനി റൈറ്റ് എടുത്തിട്ട് നേരെ കോഴിക്കോട് റോഡിന് തന്നെ പോവാം. അപ്പോൾ നമ്മൾ തിരിച്ച് സ്റ്റുഡിയോ തന്നെ വന്നു കേട്ടോ. ഇപ്പോൾ നിങ്ങൾ പോയി വന്നാലേ ഓഡിയോയും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കി നോക്കണം. ഈ കേൾക്കുന്ന ഒരു സൗണ്ട് ആവില്ല നിങ്ങൾ ഇതിൽ കേട്ടത് കേട്ടോ. വേറെ സൗണ്ടിന് കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയിട്ടുണ്ടാവും. ഇതുവരെ കേട്ട പോലെ എന്ന് പറയും. ഇതുവരെ നിങ്ങൾ കേട്ടത് ഇതുപോലെ ഗോപ്രോയിൽ ഡയറക്റ്റ് പറയുന്ന സൗണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയണം. അത് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ക്വാളിറ്റിയിലുള്ള ഇമ്പ്രൂവ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണേ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.